വെൽക്കം ടു എഡ്യു വാലറ്റ്. നമ്മൾ +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ പാഠങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പാഠങ്ങളുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് റിവ്യൂസ് പഠിച്ചു വെക്കണം. അപ്പോൾ എല്ലാ പാഠങ്ങളും നമ്മൾ നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പാഠങ്ങളിൽ നിന്നുള്ള ഷോർട്ടായിട്ട് മെയിൻ പോയിന്റ്സുകൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. വലിയ വലിയ പാരഗ്രാഫൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടി സിമ്പിളായിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സിമ്പിൾ പോയിന്റ്സ് ആണ്. നിങ്ങൾ ഇത് വെച്ച് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. കുറേ വലിയ വലിയ പാരഗ്രാഫ് പഠിക്കണമെന്നില്ല, ഷോർട്ടായിട്ട് കുറേ പോയിന്റ്സ് പോലെ പഠിക്കാം. അപ്പോൾ ഓൾറെഡി +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം, 4 മാർക്ക് 6 മാർക്ക് 2 മാർക്കിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറയുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പ്. താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ പറ്റാത്തവർ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾ ഫോർമാറ്റുകൾ, ബ്ലോഗ്, ബ്ലേബ്, അതുപോലെ സെമിനാർ റിപ്പോർട്ട്, അപ്രിസിയേഷൻ, അങ്ങനെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്കുകൾ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകളിൽ കിട്ടും. സോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അത് പറ്റാത്തവരെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. 3 L's of Empowerment is a speech made by Christine Lagarde. ആരാ ക്രിസ്റ്റീൻ ലഗാർഡ്? ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഷീ സ്പീക്സ് അബൌട്ട്, ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത്? ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് ഷീ സ്പീക്സ് അബൌട്ട് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൻസ് ഇൻ അവർ സൊസൈറ്റി. വുമൻ എംപവർമെൻറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച്. ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് വുമൻസ് എംപവർമെൻറ്റ്. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതിൽ പ്രധാന പ്രശ്നം ഹാഫ് ഓഫ് പോപ്പുലേഷൻ ഇസ് വുമൻ. നമ്മളെ ലോകത്ത് പകുതി പോപ്പുലേഷൻ വുമൻസ് ആണ്. ബട്ട് ദെയർ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ഇസ് ലെസ് 50%. 50%നേക്കാൾ കുറവാണ് അവർ തരുന്ന സംഭാവന. അവർ പ്രധാന മേഖലകളിലേക്ക് ഇറങ്ങി വരുന്നില്ല. സോ ദെയർ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ഇസ് വെരി ലോ. വുമൻസ് ക്യാൻ പ്ലേ ഗ്രേറ്റ് എക്കണോമിക് റോൾ ഇൻ ദ മോഡേൺ വേൾഡ്. ഷീ എക്സ്പ്ലെയിൻ, ഈ ചാപ്റ്ററിലെ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ സ്പീച്ചിലെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നു, ദർ ആർ 3 factors which constitute വുമൻസ് എംപവർമെൻറ്റ്. വുമൻസ് എംപവർമെൻറ്റിന് വേണ്ടി 3 കാര്യങ്ങൾ വേണം. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഏതൊക്കെയാണ് 3 L'സുകൾ? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ച്, വുമൻസ് എഡ്യൂക്കേഷനെ കുറിച്ച്, വുമൻസ് റോളിനെ കുറിച്ച്, വുമൻസിൻ്റെ ബേസ് ചെയ്തൊരു ചോദ്യം നിർബന്ധമായിട്ടും പഠിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. താഴെയുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ അതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടും കേട്ടോ. ഇനി ലേണിംഗ്, നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോസ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലേണിംഗ് ഇൻ വുമൻ എംപവർമെൻറ്റ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ റൈറ്റ് എൻ എസ്സേ ഓൺ എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് L, ലേണിംഗ്. എഡ്യൂക്കേഷൻ, ലേണിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വല്ല എസ്സേയോ സ്പീച്ചോ ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ റൂട്ട് കോസ് ഫോർ വുമൻസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് നെഗ്ലിജൻസ്. അതായത് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വുമൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ മീൻസ് ടു ബ്രിങ് എനി ഡിസൈർഡ് ചേഞ്ച് ഇൻ അവർ സൊസൈറ്റി. നമ്മളെ സൊസൈറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. ഇറ്റ് എനേബിൾസ് വുമൻ ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽ ആൻഡ് ടെക്നിക്സ് വിച്ച് വിൽ ഹെൽപ്പ് ദം ഇൻ ദെയർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ ഗുണം? അവർക്ക് ഇഫ് ദേ അക്വയർ നോളജ്, അവർക്ക് നോളജ്, സ്കില്ല്, ടെക്നിക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഓർത്ത് വയ്ക്കുക. വുമൻസ് എഡ്യൂക്കേഷൻ റെഡ്യൂസ് മദേഴ്സ് ഡെത്ത് റേറ്റ്. മരണനിരക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. വുമൻസിന് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ബേബീസ് ഡെത്ത് റേറ്റ് നമുക്ക് കുറയ്ക്കാം. വുമൻസ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് കുറയ്ക്കാൻ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഡെത്ത് റേറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് ബട്ട് ഓൾസോ ഡിറ്റർമിൻ ഹിസ് ഫ്യൂച്ചർ. ഒരമ്മയ്ക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചറും കൂടി അതിൽ സേഫാണ്. എഡ്യൂക്കേഷൻ ഓഫ് ദ ഗേൾ ചൈൽഡ് വുഡ് മീൻ എമാൻസിപ്പേഷൻ ഓഫ് വുമൻസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. നിങ്ങളിങ്ങനെ ഓർത്ത് വയ്ക്കുക, ഒരു പെൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ആഫ്രിക്കൻ അഡാജും കൂടി എഴുതി വയ്ക്കുക. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ബട്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ചിലപ്പോൾ ലേബറിനെ കുറിച്ച് ചോദിക്കാം.
വാട്ട് ഇസ് ദ റോൾ ഓഫ് ലേബർ? അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതുക? ലേബർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വുമൻസ് എംപവർമെൻ്റ് ആണ്. വുമൺ എംപവർമെൻറ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇറ്റ് മേക്സ് വുമൺ എക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്. അറ്റ് പ്രസൻറ്റ് വുമൻസ് ഗെറ്റ് ഓൺലി ലോ വേജസ്, വളരെ ലോ സ്റ്റാറ്റസ് ആണ്, ലോ സെക്യൂരിറ്റി ആണ്, ലോ കൂലി, ലോ വേജ് എന്ന് പറഞ്ഞാൽ ലോ കൂലി, വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. സോ ലേബർ, ജോലി ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ ഈക്വലി പേ വേണം. ദിസ് ഷുഡ് ബി ചേഞ്ച്ഡ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈക്വൽ പേയ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ ക്രിസ്റ്റിൻ ലഗാർഡ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലേബറാണ്, എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഈക്വൽ പേ കൊടുക്കണം എന്നും കൂടി എഴുതി വെക്കുക. എക്കണോമിക് റോൾ ഓഫ് വുമൺ വിൽ ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ കൺട്രി. അപ്പോൾ ലേബർ ഉണ്ടെങ്കിൽ എക്കണോമിക് റോള്, അതായത് ഒരു സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ലോ ഷുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വുമൺ. നമ്മൾ ഈ സ്വത്തിൻ്റെയും ഭൂമിയുടെ ഒക്കെ പേരിൽ സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, അവർക്ക് വിവേചനം പാടില്ല. വുമൺ ഷുഡ് ബി പ്രൊവൈഡഡ് ഹെൽത്ത് കെയർ ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ എല്ലാണ്. Leadership help women to rise and fulfill their ability. It help women to make good decisions. ലീഡറായ നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. മോസ്റ്റ് വുമൺ ലാക്ക് കോൺഫിഡൻസ്. മിക്ക ആൾക്കാർക്കും കോൺഫിഡൻസ് ഇല്ല. സോ ദേ ഷുഡ് ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക. ദേ ഷുഡ് ബി റെഡി ടു കം ഔട്ട് ഓഫ് ദെയർ കംഫർട്ട് സോൺ. അവരെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം. ദേ ഷുഡ് റെഡി ടു ഫേസ് ദ ചാലഞ്ചസ്. ദേ ഷുഡ് മേക്ക് ഡിഫറൻസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവരണം. അപ്പോൾ ലീഡർഷിപ്പ്, ചില പരീക്ഷയ്ക്ക് 3 Lsകളെ കുറിച്ച് എസ് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി അച്ചീവ് വുമൻസ് എംപവർമെന്റ് എന്ന് വെച്ചാൽ ഈ 3 Lകൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഈ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൻസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇൻഇക്വാലിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, അൺഈക്വൽ വേജ്, മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി, പുരുഷാധിപത്യം, ഹെൽത്ത് ഇഷ്യൂ, സെക്ഷൽ അബ്യൂസ്, ഇൻഫീരിയർ ടു മെൻ, ചൈൽഡ് മാരേജ്, ഫീമെയിൽ ഫീറ്റിസൈഡ്, അതായത് ഭ്രൂണഹത്യ, പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ കൊല്ലുക, ഡൗറി, അതുപോലെ സ്ത്രീധനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് എംപവർ ചെയ്യാം? ഈക്വാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ വേജ്, പ്രൊവൈഡിങ് ജോബ് ഓപ്പർച്യൂണിറ്റി, പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ഫീൽഡ്, ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ, പ്രൊവൈഡിങ് ബെറ്റർ ഹെൽത്ത് കെയർ, ഗിവിങ് സോഷ്യൽ സെക്യൂരിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുക. ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ വുമൻസിന് എന്തൊക്കെ വേണം? സെൽഫ് കോൺഫിഡൻസ്, അവർ ഹാർഡ് വർക്ക് ചെയ്യണം, സ്കില്ല് വേണം, പേഷ്യൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് 3 Lകൾ കൂടി കണക്ട് ചെയ്ത് എഴുതിയാൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ വുമൻസ് 3 Ls ഓഫ് വുമൺ എംപവർമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ സെറ്റായി. അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും എനി വുമൺ എന്ന് പറയുന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ നോക്കണം. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് പോയംസ് അപ്രിസിയേഷൻ ഷോർട്ടായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള പാഠങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് Matchbox is a short story written by famous Bengali writer Asha Buna Devi. Asha Buna Devi ആണ് എഴുതിയിട്ടുള്ളത്. ഇൻ ദ സ്റ്റോറി ഓതർ കമ്പയർ വുമൻസ് ടു Matchbox. സ്ത്രീകളെ Matchboxനോട് കമ്പയർ ചെയ്യുന്നു. Matchbox have the potential to light up everything into fire. ഇവിടെ കാണുന്നില്ല അല്ലെ, ഫയർ ആണ് അവിടെ. Matchbox എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും തീ കത്തിക്കാൻ കഴിവുള്ള ഒന്നാണ്. അതേപോലെ തന്നെ പക്ഷെ കാണുമ്പോൾ ദേ ആർ മീക്ക് ആൻഡ് ഹാംലെസ്, അത്ര കാമാണ്, ഉപദ്രവിക്കുന്ന ഒന്നല്ല എന്നൊക്കെ നമുക്ക് തോന്നും. വുമൻസും അതുപോലെയാണ്. നോമിത ആൻഡ് അജിത് ആർ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദേ ലീവ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. നോമിത കം ഫ്രം പുവർ ഫാമിലി. നോമിതാസ് മദർ ഓൾവേസ് റൈറ്റ് ലെറ്റർ ടു ഹെർ, അല്ലേ? നോമിതയുടെ അമ്മ എപ്പോഴും ലെറ്റർ എഴുതും. Ajit has a habit of opening and reading her letter. Nomida dislike this ugly habit of Ajit. ഈ സ്വഭാവം ഇഷ്ടമല്ല, തൻ്റെ കത്തുകൾ അജിത്ത് വായിക്കുന്നത്, ഭർത്താവ് വായിക്കുന്നത് ഇഷ്ടമല്ല. അജിത്ത് കോൾ ഹെർ ഡങ് പിക്കർ ഡോട്ടർ എന്നാണ് അജിത്ത് നോമിതനെ വിളിക്കുന്നത്. വൺ ഡേ വൈൽ ഷി വാസ് കളക്ടിങ് ഡേർട്ടി ക്ലോത്ത്സ് ഫോർ വാഷർമാൻ ഷി ഫൈൻഡ് ക്രംബിൾഡ് ലെറ്റർ. അവൾ എന്ത് കണ്ടെത്തി? അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് തനിക്ക് വന്ന അമ്മയുടെ കത്ത് ചുരുട്ടി കൂട്ടിയിട്ടുള്ളത് കണ്ടുപിടിച്ചു. നോമിത ബിക്കം ആംഗ്രി ആൻഡ് ക്വാറൽ വിത്ത് അജിത്ത്. ഔട്ട് ഓഫ് ആംഗർ ഷീ ലൈറ്റ്സ് എ മാറ്റ് സ്റ്റിക്ക് ആൻഡ് സെറ്റ് ഫയർ ടു ഹെർ സാരി. ദേഷ്യം പിടിച്ചിട്ട് സ്വന്തം സാരിയിൽ തീ കൊളുത്തുന്നു. അജിത്ത് ജംപ് ടു ഹെർ സൈഡ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. അജിത്ത് അത് പുട്ട് ഔട്ട് ചെയ്തു എന്നാണ്. സോ ഹെർ നീസ് കം ടു ദ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു വാഷർമാൻ വെയിറ്റിംഗ് ആണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യും? ഒന്നും നടക്കാത്തതുപോലെ അവൾ നേരെ കിച്ചണിലേക്ക് പോയിട്ട്
കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഷീ ഡസൻ റിവീൽ ദ റിയൽ ക്യാരക്ടർ ഓഫ് അജിത്. ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ അജിത്ത് ഇങ്ങനത്തെ ഒരാളാണെന്നൊന്നും അവൾ റിവീൽ ചെയ്യുന്നില്ല. സോ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത പഠിക്കണം. നോമിത ഈസ് എ സെൻട്രൽ ക്യാരക്ടർ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് വിഡോഡ് വുമൺ. വിധവയായ സ്ത്രീയുടെ ഒരു മകളാണ്. ഷീ ഈസ് വെരി ഇന്നസെൻറ്റ് ആൻഡ് light hearted. She always tried to help her mother. അമ്മേനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. She never reveals the true face of her husband to anyone. ആർക്കും ഭർത്താവിൻ്റെ യഥാർത്ഥ മുഖം അവൾ കാണിച്ചു കൊടുക്കുന്നില്ല. She was married to Ajit, a rich man. They are living in joint family. She is a woman with high self-respect and dignity. സെൽഫ്-റെസ്പെക്റ്റ് കിട്ടണം എന്നാൾ ആഗ്രഹിക്കുന്നുണ്ട്. She become angry when her husband റീഡ് ഹെർ ലെറ്റർ. അവൾ വളരെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആരെക്കുറിച്ച്? നോമിതയെ കുറിച്ച് പഠിക്കും. ഇതുപോലെ അജിത്തിനെ കുറിച്ചും നോമിതയുടെ അമ്മേനെ കുറിച്ചും പഠിക്കണം. അതിന് വേറൊരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ ജസ്റ്റ് നമുക്ക് ഷോർട്ടായിട്ട് ഓരോ ചാപ്റ്റർ നോക്കി പോവാം. അടുത്തത് ഹോറിഗല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഹോറിഗല്ലു, അതിലെ ഹോറിഗല്ലു ഇസ് ആൻകിഡക്ട് ബൈ സുധാമൂർത്തി. ദ സ്റ്റോറി ടെൽസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോറിഗല്ലു. എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഹോറിഗല്ലു വേണം. അതായത് എല്ലാം കേട്ട് നിൽക്കുന്ന, ഒരു തണലായിട്ട് നിൽക്കുന്ന ഒരാൾ വേണം. ഹോറിഗല്ലു മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. ശരിക്കും ഹോറിഗല്ലു എന്ന് പറഞ്ഞാൽ ഒരു കല്ല്. എല്ലാ വെയിറ്റും എല്ലാ ഭാരവും എല്ലാ ആൾക്കാരും വന്നിരുന്ന് വിശ്രമിച്ചു പോകുന്ന ഒരു സ്ഥലം, അതാണ് ഹോറിഗല്ലു, ഒരു കല്ല്. അതേപോലെ ഹോറിഗല്ലു ഇസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ 2 വെർട്ടിക്കൽ 1. 2 കല്ലുകൾക്ക് മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള സംഭവമാണ് ഹോറിഗല്ലു. ട്രാവലേഴ്സ് ക്യാൻ സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ്. They can chat with the fellow travelers and exchange news of the road. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്യും. സോ എല്ലാവരുടെ ലൈഫിലും എന്ത് വേണം? ഹോറിഗല്ലു ഇസ് എസെൻഷ്യൽ. ഹോറിഗല്ലു ഹെൽപ്പ് ടു പുട്ട് ഡൗൺ അവർ ബേർഡൻ ആൻഡ് ടേക്ക് റെസ്റ്റ്. നമ്മളെല്ലാ ഭാരങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്നു, റെസ്റ്റ് എടുക്കാൻ പറ്റുന്നു. ഇറ്റ് ഹെൽപ്പ് ടു റീഫ്രഷ് അവർ മൈൻഡ് ആൻഡ് റീഗെയിൻ അവർ സ്ട്രെങ്ത്. ഇത്രയും ഭാരം കൊണ്ട് വന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് മെൻറ്റാലിറ്റി നമുക്ക് കിട്ടും. നമ്മൾ സ്ട്രെങ്ത് നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. വി ക്യാൻ ക്യാരി ദ ലോഡ് വൺസ് അഗെയിൻ. അപ്പോൾ അതേപോലെ നമ്മളെ ലൈഫിലും ഒരു ഹോറിഗല്ലു വേണം എന്ന് പറഞ്ഞാൽ ഒരാൾ വേണം. എല്ലാം ഷെയർ ചെയ്യാനും നമ്മളെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും റീഫ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ ഇൻ ദ സ്റ്റോറി ദ നറേറ്റർ പ്രസന്റ് 2 ഹ്യൂമൻ ഹോറിഗല്ലു. 2 ഹോറിഗല്ലൂസ് ഈ പാഠത്തിൽ വരുന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന. Grandfather was a retired school teacher. He used to sit under a banyan tree and listen to the various worries of travelers. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ദ വില്ലേജേഴ്സ് ടോക്ക്ഡ് അബൌട്ട് ദെയർ ഡെയിലി ലൈഫ് ആൻഡ് വറി. എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും വന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറയും. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ കേട്ടോ. ബൈ ലിസണിങ് ടു ദെം ഹി റിലാക്സ്ഡ് ദെയർ മൈൻഡ്. രത്ന വാസ് എ കൊളീഗ് ഓഫ് സുധാമൂർത്തി. മറ്റൊരാൾ സുധാമൂർത്തിയുടെ ഒരു കൊളീഗ്, ഓഫീസിൽ വർക്ക് ചെയ്തത് രത്ന. അപ്പോൾ 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഗ്രാൻഡ് ഫാദറും രത്നയും. 2 പേരും ഹ്യൂമൻ ഹോറിഗല്ലു ആണ്. 2 പേരും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ട്. ടോക്ക്ഡ് അബൌട്ട് ദെയർ ഡെയിലി ലൈഫ് ആൻഡ് വറി. എല്ലാ പ്രശ്നങ്ങളും വറീസും എല്ലാം കേട്ടിരിക്കുന്ന ഹോറിഗല്ലൂസ് ആണ്. ഷി ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്സ് ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. ഷി ടോൾഡ് ദാറ്റ് ഗോഡ് ഹാഡ് ഗിവൺ ഹർ 2 ears ടു ലിസൺ ആൻഡ് 1 mouth ടു സ്പീക്ക്. അപ്പോൾ രത്ന പറയാ, നമുക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്, സോ അത് കേൾക്കാനുള്ളതാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കണം എന്നാണ് പറയാം. Thus she refreshed and relaxed their mind. Both grandfather and Retna were doing tremendous social service. നല്ലൊരു സോഷ്യൽ സർവീസ് ആണ് ചെയ്യുന്നത്. സോ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ ഓർത്ത് വെക്കുക? ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. ഹി ലിസൺ ടു ദ വറീസ് ഓഫ് ട്രാവലേഴ്സ്. ദ വില്ലേജസ് ടോക്ക്ഡ് അബൌട്ട് their daily life and worries. By listening to them, he refreshed and relaxed their mind. He never provided any solution to the worry. അതിനൊരു സൊല്യൂഷൻ ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ഹി റിലീവ്ഡ് ദെയർ ബേർഡൻ. അവരെ ഭാരം ഒന്ന് കുറയ്ക്കും. ഇങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നാൽ മാത്രം മതി. ഹി ലിസൺ ടു ദെം വിത്ത് പേഷ്യൻസ് ആൻഡ് എഫെക്ഷൻ. എല്ലാ ക്ഷമയോടും കൂടി കേട്ടിരിക്കും. ഹി ലിസൺ ടു ദെം വിത്ത് സിമ്പതി വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അതിൽ ഒന്നും പറയാതെ, ഒരു ജഡ്ജ്മെൻറ്റോ വിമർശനങ്ങളോ ഒന്നുമില്ലാതെ ജസ്റ്റ് ലിസണിങ്, ജസ്റ്റ് കേട്ടിരിക്കുക മാത്രം. ഹി വാസ് ഡൂയിങ് എ സോഷ്യൽ സർവീസ്. ഹി നെവർ എക്സ്പെക്റ്റഡ് മണി ഓർ റിവാർഡ് ഫോർ ഹിസ് വർക്ക്. ദി ഗ്രാൻഡ് ഫാദർ വാസ് എ ഹ്യൂമൻ ഹോറിഗല്ലു. ഇതേപോലെയാണ് രത്ന. രത്നയെ കുറിച്ച് ചോദിച്ചാലും ഇതുപോലൊക്കെ തന്നെയാണ് എഴുതി വയ്ക്കേണ്ടത്. Ratna was the colleague of Sudhamurthy. She was senior clerk. She was middle-aged woman. She was always cheerful. She always have an infectious cheerfulness. എപ്പോഴും എല്ലാവരും നല്ല ചിരിച്ചിട്ടാണ് സംസാരിക്കുക. She was a good listener. She listened to the problems of her colleagues. ആ ഓഫീസിലെ
എല്ലാ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കും. ഷി ലിസൺ ടു ദം വിത്ത് പേഷ്യൻസ്, ഷി ലിസൺ ടു ദം വിത്ത് സിമ്പതി ആൻഡ് വിത്ത് അതേ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ എഴുതാം. സോ ഹോറിഗെല്ലു എന്ന് പറഞ്ഞാൽ എന്താ? ടു ലേ ഡൗൺ അവർ ബേർഡൻ, നമ്മൾ ഭാരം കുറയ്ക്കാൻ. ടു റീഗെയിൻ അവർ സ്ട്രെങ്ത്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ, റിലീഫ് എടുക്കാൻ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹോറിഗെല്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ, ഇത് മെൻഡിങ് ബോൾ ആണ്, പോയത്തിൻ്റെ ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അടുത്ത ചാപ്റ്റർ, ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിച്ചത്? 3 L's ഓഫ് എംപവർമെൻറ്റ്, മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കണ്ടു, ഹോറിഗെല്ലു. അടുത്ത പ്രധാനപ്പെട്ട പാഠം. അപ്പം ഇങ്ങനെയുള്ള ഷോർട്ട് പോയിന്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് അപ്രിസിയേഷനും ഞാൻ പോയിന്റ് ആക്കി നിങ്ങൾക്ക് വീഡിയോ ഇടാം. ഇങ്ങനത്തെ ചെറിയ പോയിന്റ്, സിമ്പിൾ പോയിന്റ്സ് ആണ്, ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എഴുതുക. ഇപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ അതേപോലെ വന്നില്ലെങ്കിലും ഈ പോയിന്റുകളൊക്കെ ഓരോ പാഠത്തിൻ്റെ റിവ്യൂസ് പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചോദിച്ചാലും ഇതങ്ങോട്ട് എഴുതി വയ്ക്കാം. അമിഗോ ബ്രദേഴ്സ്, പി.ഡി. തോമസ് ആണ് എഴുതിയിട്ടുള്ളത്. അമിഗോ ബ്രദേഴ്സ് ഈസ് എ സ്റ്റോറി ഓഫ് 2 ഫ്രണ്ട്സ് ഹു പ്രൂവ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഈസ് എബോവ് പേഴ്സണൽ ഗെയിൻ. നമുക്ക് കിട്ടുന്ന പൈസ ഒന്നുമല്ല, അതിനേക്കാൾ എബോവ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുക ഫ്രണ്ട്ഷിപ്പാണ്. ദ ബോയ്സ് ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് were 17 years. ഇതിൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ ലൈവ് TV റിപ്പോർട്ടോ അനൗൺസ്മെൻ്റ് ഒക്കെ ആവും ചോദിക്കുക. അപ്പോൾ ഈ റിവ്യൂ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. ദേ ഗ്രൂ അപ്പ് ടുഗെദർ ഇൻ ന്യൂയോർക്ക്, അവർ ഒരുമിച്ചാണ് വളർന്നത്. ദേ ഹാഡ് ഡ്രീം ഓഫ് ബിക്കമിങ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്, അതാണ് അവരുടെ സ്വപ്നം. ബോത്ത് ഓഫ് ദം വർക്ക് ഹാർഡ് ടു അച്ചീവ് ദെയർ ഗോൾ. ആൻറ്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, നല്ല നീളത്തിൽ നല്ല വെളുത്തിട്ടാണ് ആൻറ്റോണിയോ. ആൻറ്റോണിയോ ഹാഡ് ലോങ് ഹെയർ ഫോളിങ് ഓവർ ഹിസ് ഐസ്. ആൻറ്റോണിയോ വെയ്ഡ് 133 pounds. ഫെലിക്സ് വാസ് ഷോർട്ട്, ഡാർക്ക് ആൻഡ് ഹസ്കി. ഫെലിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരം കുറഞ്ഞ് ഡാർക്ക് കളറാണ്. ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ ആൻ ആഫ്രോ സ്റ്റൈൽ. ഇതൊക്കെ നിറഞ്ഞു വെച്ചോ, കാറ്റ സ്കെച്ചിലൊക്കെ നമുക്ക് എഴുതാം. ഫെലിക്സിൻ്റെ വെയ്റ്റ്സ് 134 pounds ആണ്. വൺ ഡേ ദേ ലേൺ ദാറ്റ് ദേ വിൽ ഹാവ് ടു ഫേസ് ഈച്ച് അതർ. രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യണം. എവിടെ? ഇൻ ദ ഡിവിഷൻ ഫൈനൽ. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ദ വിന്നർ ക്യാൻ റെപ്രസെൻറ്റ് ഗോൾഡൻ ഗ്ലോ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്, അതിൽ പോയിട്ട് മത്സരിക്കാം. എ ക്വസ്റ്റ്യൻ ഓഫ് ദ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ചാമ്പ്യൻഷിപ്പ് അറൈസസ് ബിറ്റ്വീൻ ദം. ഫ്രണ്ട്ഷിപ്പ് ആണോ ചാമ്പ്യൻഷിപ്പ് ആണോ വലുത്? ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കാൻ പോവാണ്. ഇത്രയും തിക്ക് ഫ്രണ്ട്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. They decided to forget their friendship and fight each other. അവർ ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. They decided to part and practice individually till the fight is over. ഫൈറ്റ് കഴിയുന്നത് വരെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഫെലിക്സ് വെൻറ്റ് ടു ഹിസ് ഓണ്ട് ലൂസീസ് ഹൗസ് ഇൻ ബ്രോങ്സ്. ലൂസി എന്ന് പറയുന്ന ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് ഫെലിക്സ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഓൺ ദ ഡേ ഓഫ് ദ ഫൈറ്റ് എ ഹ്യൂജ് ക്രൗഡ് ഹാഡ് അസംബിൾ ടു വിറ്റ്നസ് ദ ഫൈറ്റ്. വലിയൊരു ജനക്കൂട്ടം അവിടെ തിങ്ങി നിന്നു ഇവരെ ഫൈറ്റ് കാണാൻ വേണ്ടി. The match was held in 3 rounds. 3 റൗണ്ടാണ്. Both boxers fought their best in all 3 rounds. 3 റൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും മത്സരിച്ചു. ഫസ്റ്റ് 2 rounds the boys fought equally. ഫസ്റ്റ് 2 റൗണ്ട് രണ്ടുപേരും നല്ല സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്തു. 3rd round വാസ് മോസ്റ്റ് ടെറിബിൾ. ഏറ്റവും അപകടം എന്ന് പറയുന്നത് 3rd റൗണ്ടാണ്. ഓഡിയൻസ് വാസ് അഫ്രൈഡ് ആസ് ഇറ്റ് വാസ് ഫൈറ്റ് ടു ഡെത്ത്. മരണത്തിലേക്കുള്ള ഫൈറ്റാണോ ജനങ്ങൾ പേടിച്ചു, ഇൻസ്റ്റെഡ് ഓഫ് ബോക്സിംഗ് മാച്ച്. ഇതൊരു ബോക്സിംഗ് മാച്ച് ആണോ അതോ മരണത്തിലേക്കുള്ള ഫൈറ്റ് ആണോ എന്നൊരു ടെൻഷനായി. ദേ ഡിഡ് നോട്ട് ലിസൺ ടു ദ ലാസ്റ്റ് ബെൽ ആൻഡ് കണ്ടിന്യൂഡ് ഫൈറ്റിംഗ്. ലാസ്റ്റ് ബെല്ലൊന്നും അവർ കേട്ടില്ല, അത്രയും സ്ട്രോങ് ഫൈറ്റ് നടക്കുകയാണ്. ഫൈനലി ദേ ലീവ് ദ റിംഗ് ആമിന. അവർ രണ്ടുപേരും പിടിച്ച് മാറ്റി, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് പോലും നോക്കാതെ രണ്ടുപേരും എന്ത് ചെയ്തു? കൈയൊക്കെ കെട്ടിപ്പിടിച്ച് ഇറങ്ങിപ്പോയി. ഇതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുക, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക്. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ ഹെഡിങ് കൊടുക്കുക, റെസ്ലിംഗ് വിസസ് ഫ്രണ്ട്ഷിപ്പ്. സ്ഥലം കൊടുക്കുക, എന്നിട്ട് എന്ത് കൊടുക്കുക? ദ മോസ്റ്റ് എവൈറ്റഡ് ഫൈറ്റ് ബിറ്റ്വീൻ. ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അമേഗോ ബ്രദേഴ്സ് കെയിം ഇൻ ടു ഡ്രാമറ്റിക് എൻഡ് യെസ്റ്റർഡേ. അത് അവസാനിച്ചു. ദ 2 wrestlers ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് left the ring without waiting for the result. It was a wonderful evening for the audience at the Tompkins Square Park. Everybody present there to witness the fight between Antonio Cruz and Felix Vargas. എല്ലാവരും ആ മാച്ചിന് വേണ്ടി കാത്തിരുന്നു. The game started on time. Both the fighters entered the audience, welcomed them with great applause. രണ്ടുപേരും ഒരുപാട് കയ്യടോടുകൂടി ഫൈറ്റ് ചെയ്യാൻ വന്നു. അറ്റ് ഫസ്റ്റ് ദ റെഫറി ഗീവ് ദ ഇൻസ്ട്രക്ഷൻ. വെൻ ദ ഫൈറ്റ് ബിഗാൻ ദ ബോക്സേഴ്സ് അറ്റാക്ഡ് ഈച്ച് അതർ വിത്ത് സ്ട്രോങ് ബ്ലോസ് ആൻഡ് പഞ്ചസ്.
നല്ല ശക്തിയിൽ ആഞ്ഞടിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ദ ക്രൗഡ് വാസ് വൈബ്രൻറ്റ് ആൻഡ് എൻഡ്യൂസിയാസ്റ്റിക് ഇൻ ദ ബിഗിനിങ്. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ആകാംക്ഷരായിരുന്ന ആൾക്കാരുണ്ടായിരുന്നത്. ബോത്ത് ഓഫ് ദം വർ റിയലി ഫൈറ്റിംഗ് ഹാർഡ്, നല്ല ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എവറിബഡി തോട്ട് ഇറ്റ് വുഡ് ബി എൻഡ് ഇൻ ഡ്രോ, എല്ലാവരും വിചാരിച്ചു ഡ്രോ ആവും എന്നുള്ളത്. ദ ക്രൗഡ് ബിക്കം സൈലൻറ്റ് ആൻഡ് ദർ ബ്ലോസ് കണ്ടിന്യൂഡ്, എല്ലാവരും സൈലൻ്റ് ആവാൻ തുടങ്ങി. ബെൽ റാങ് അഗെയിൻ ആൻഡ് അഗെയിൻ, ദർ ബ്ലോസ് അപ്പിയർഡ് ആസ് എ ഹെയിൽ സ്റ്റോൺ. ഫൈനലി ദ റെഫറി ഫോഴ്സ്ഡ് ഫെലിക്സ് ആൻഡ് ആൻറ്റോണിയോ അപ്പാർട്ട്. ബെല്ലടിച്ചിട്ടും അവർ അവസാനിപ്പിക്കുന്നില്ല ഫൈറ്റ്, രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ദേ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് റഷ് ടുവേർഡ്സ് ഈച്ച് അതർ. ഈ രണ്ടുപേരും തിക് ഫ്രണ്ട്സാണ്, എന്നിട്ടാണ് അവരൊരു ബുള്ളിനെ പോലെ അവർ ഫൈറ്റ് ചെയ്ത്, അത്രയും ഹാർഡായി ഫൈറ്റ് ചെയ്തത്. കാരണം അവർക്ക് ചാമ്പ്യൻഷിപ്പിൽ ദേ ആർ സ്ട്രോങ് ഫൈറ്റേഴ്സ്, സ്ട്രോങ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്തു. അവസാനം അവർ എന്ത് ചെയ്തു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിട്ട് കളഞ്ഞില്ല. അവർ രണ്ടുപേരും കൂടെ എംബ്രേസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് ഇറങ്ങിപ്പോയി. ദേ ഫൗണ്ട് ഇറ്റ് എവറി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ വിന്നർ. ആരാണ് വിന്നർ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ബോത്ത് ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് ഹാഡ് ലെഫ്റ്റ് ദ ലൈക്ക് ട്രൂ ഫ്രണ്ട്സ്. ആൻറ്റോണിയോ ഫെലിക്സും ആ റിങ് വിട്ടുപോയി ട്രൂ ഫ്രണ്ട്സ് ആണെന്ന് അവർ കാണിച്ചു തന്നു. ദേ ന്യൂ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച്. രണ്ടുപേരും പരസ്പരം ചാമ്പ്യൻസ് തന്നെയാണെന്ന് അവർക്ക് അറിയാമെന്നൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി വയ്ക്കുക. അമേഗോ ബ്രദേഴ്സ് ഏകദേശം കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് അവർ ഓഫ് ട്രൂത്ത്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് അവർ ഓഫ് ട്രൂത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. പേഴ്സിവൽ വൈൽഡ് ആണ് ഇത്. ക്യാരക്ടേഴ്സ് ഓർത്ത് വെച്ചോ, റോബർട്ട് ബാൾവിൻ, ഗ്രേഷം, മാർത്ത, ജോൺ, ഇവി, മാർഷൽ. ഇതിൽ ഗ്രേഷമാണ് ബാങ്ക് കൊള്ളയടിക്കുന്ന ആള്, മാർത്ത ഭാര്യയാണ് റോബർട്ടിൻ്റെ, ജോൺ ഇവി മക്കളാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് വൺ ആക്ട് പ്ലേ റിട്ടൺ ബൈ അമേരിക്കൻ പ്ലേ റൈറ്റ് പേഴ്സിവൽ വൈൽഡ്. ചിലപ്പോൾ ഡയറക്റ്റ് ക്രിട്ടിക്കൽ റിവ്യൂ എഴുതാൻ പറയാറുണ്ട് കേട്ടോ ഈ പാഠത്തിൻ്റെ. അപ്പോൾ അറിഞ്ഞിരിക്കുക. സെൻട്രൽ ക്യാരക്ടർ ഈസ് റോബർട്ട് ബാൾവിൻ. മിസ്റ്റർ റോബർട്ട് ബാൾവിൻ വർക്ക്ഡ് ആസ് എ ഗവർണർ ഇൻ ദ ബാങ്ക് ഓഫ് മിസ്റ്റർ ഗ്രേഷം. He worked with Gresham in the bank for nearly 35 years. 35 വർഷമായിട്ട് ഗ്രേഷമിൻ്റെ ബാങ്കിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, റോബർട്ട് ബാൾവിൻ. ഹി വാസ് ട്രൂലി ഹോണസ്റ്റ്. റോബർട്ട് ബാൾവിൻ വളരെ സത്യസന്ധനായിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മിസ്റ്റർ ഗ്രേഷം വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ഫോർ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ബാങ്ക് മണി. ബാങ്ക് മണി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, അതോടുകൂടി ഗ്രേഷം അറസ്റ്റിലായി. ബാൾവിൻ വാസ് ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഗ്രേഷം. ഇതെല്ലാം ചെയ്തു എന്നുള്ളതിന് തെളിവ് മൊത്തം ബാൾവിൻ ആണ് അറിയുള്ളൂ, റോബർട്ട് ബാൾവിൻ. ഗ്രേഷം കോൾഡ് ബാൾവിൻ ഓൺ ദ ഡേ ബിഫോർ ഹിസ് ട്രയൽ ആൻഡ് ഓഫേർഡ് $100,000. $100,000 ഓഫർ ചെയ്തു. നിനക്ക് ഇത്രയും പൈസ തരാം, എന്നെ നീ പറഞ്ഞു കൊടുക്കരുത്, നിനക്കൊന്നും അറിയില്ല എന്ന് നീ പറയണം. സോ ഹി വാല്യൂസ് ഹിസ് പ്രിൻസിപ്പിൾ. പക്ഷെ റോബർട്ട് ബാൾവിൻ ഒരിക്കലും പൈസ കണ്ട് അവിടെ വീണില്ല. ഹി വാല്യൂസ് ഹിസ് പ്രിൻസിപ്പിൾ മോർ ദാൻ ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗ്രേഷം. ഗ്രേഷമിൻ്റെ ഫ്രണ്ട്ഷിപ്പും ഗ്രേഷമിൻ്റെ ഓഫറിനേക്കാളും ഹി പ്രയോറിറ്റൈസ് അല്ലെങ്കിൽ ഹി ഗീവ് മോർ വാല്യൂ ടു ഹിസ് പ്രിൻസിപ്പിൾ ഹോണസ്റ്റി. അദ്ദേഹം അത്രയും ഹോണസ്റ്റി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഹി റിജക്റ്റഡ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷം. ആ ഒരു കൈക്കൂലി, ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി, അവൻ റിജക്റ്റ് ചെയ്തു. ഹിസ് ഫാമിലി ഫോഴ്സ്ഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി. ഫാമിലി ഫോഴ്സ് ചെയ്തു പൈസ വാങ്ങാൻ വേണ്ടി. ബട്ട് ബാൾവിൻ വാസ് ഹോണസ്റ്റ് ആൻഡ് ഹി സ്റ്റുഡ് ഫോർ ദ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ഹി വാസ് റെഡി ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രേഷം അറ്റ് ദ കോർട്ട്. അദ്ദേഹം കോർട്ടിൽ പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറയുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ഗ്രേഷം കൺഫസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. അവസാനം ഗ്രേഷമിന് സ്വയം തെറ്റ് മനസ്സിലാവുന്നു. ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തു, ഞാൻ അവനക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ ചെയ്തില്ല. സോ അത്രയും ഹോണസ്റ്റിയാണ് റോബർട്ട് ബാൾവിൻ എന്ന് മനസ്സിലായി. അറ്റ് ലാസ്റ്റ് മിസ്റ്റർ മാർഷൽ, ദ പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ ഓഫേർഡ് ഹിം എ ന്യൂ ജോബ്. അപ്പോൾ ഗ്രേഷമിന് തെറ്റ് മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധത കണ്ടിട്ട്, ആരുടെ, റോബർട്ട് ബാൾവിൻ്റെ ഹോണസ്റ്റി കണ്ട് മറ്റൊരു ബാങ്ക് തേർഡ് നാഷണലിലെ പ്രസിഡന്റ് മിസ്റ്റർ മാർഷൽ ജോലി കൊടുക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഹോണസ്റ്റിക്കും ട്രൂത്ത്ഫുൾനെസ്സിനുള്ള ഒരു റിവാർഡാണ്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഫോർ ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി. അപ്പോൾ ഈ പാഠത്തിൽ മെയിനായിട്ട് പറയുന്നത് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി, പൈസ എങ്ങനെ മനുഷ്യന്മാരെ അഴിമതികളിലേക്ക് എത്തിക്കുന്നു. കറപ്ഷൻ, എല്ലാ മേഖലയിലും കറപ്ഷൻ ഉണ്ട്, അഴിമതികളുണ്ട്. ഇറ്റ് കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ഗുഡ് ഈസ് റിവാർഡഡ് ആൻഡ് ദ ബാഡ് ഈസ് പണിഷ്ഡ്. അവസാനം ഗുഡ്, നല്ലത് ചെയ്ത ആൾക്കാർക്ക് റിവാർഡ് കിട്ടുമെന്നും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുമെന്നും നമുക്ക് മനസ്സിലാവണം. ഇറ്റ് റിവീൽസ് ഹൗ ഈസിലി പീപ്പിൾ ഫോർഗെറ്റ് ദെയർ മോറൽസ് ആൻഡ് വാല്യൂ ബിഫോർ മണി. പൈസയ്ക്ക് മുമ്പിൽ പല ആൾക്കാരും പലതും മറന്നു പോകും. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ പാഠത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം. Robert Baldwin, central character of the play.
He was married to Martha, 2 children, John and Evie. He represented an everyday American man who works for a living. He valued his principle more than his friendship. He is an honest man. He always stands for truth. He is a man of values and principle. He worked with Mr. Gresham, banker, and his friends for the last 35 years. Gresham paid low salary which was not good enough to support his family. Gresham കുറച്ച് പൈസയാണ് കൊടുത്തിരുന്നത്. Gresham was arrested for misappropriating bank money. Gresham offered Baldwin $100,000 to speak in his favor. അദ്ദേഹത്തിന് ഫേവർ ഇത് സംസാരിക്കാൻ വേണ്ടി പൈസ ഓഫർ ചെയ്യുന്നു. His family tried to convince him to accept the bribe. ഫാമിലി പൈസ വാങ്ങാൻ പറയുന്നു. He never changed his mind by the influence of money. പൈസ അദ്ദേഹത്തിന് ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. He stood firm for truth. സത്യത്തിന് വേണ്ടി അദ്ദേഹം ഉറച്ചു നിന്നു. He wanted to go to the grave with a clean hand. അദ്ദേഹത്തിന് മരിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുക. യാതൊരുവിധ കറപ്ഷനോ ഒന്നുമില്ലാതെ, അഴിമതികളോ ഒന്നുമില്ലാതെ ക്ലീൻ ആയിട്ട് പോകണം. ലേറ്റർ ഹി ഗോട്ട് എ ബെറ്റർ ജോബ് ഫ്രം തേർഡ് നാഷണൽ ബാങ്ക്. അദ്ദേഹത്തിൻ്റെ ഹോണസ്റ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് നല്ലൊരു ജോബ് കിട്ടി. ഇറ്റ് വാസ് ദ റിവാർഡ് ഫോർ ഹിസ് ഹോണസ്റ്റി. ഇറ്റ് വാസ് ദ റിവാർഡ് ടു ഹിസ് ഹോണസ്റ്റി. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു മെയിൻ ചോദ്യം. അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ളത് ത്രീ വീൽഡ് റെവല്യൂഷൻ. ഇർഫാൻ അലാമിനായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. സോ ഇർഫാൻ അലാം ആരാണ്? ഇർഫാൻ അലാം വാസ് വെൽ നോൺ സോഷ്യൽ ഓൺടർപ്രീനർ. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സമാൻ ഫൗണ്ടേഷൻ. സമാൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ്. സമാൻ വാസ് ഫൗണ്ടഡ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് റിക്ഷാ പുള്ളേഴ്സ്. റിക്ഷാ പുള്ളേഴ്സിന് വേണ്ടി വന്ന, അവരെ എംപവർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഫൗണ്ടേഷനാണ് സമാൻ. He had interest in entrepreneurship from his early childhood. Entrepreneurship എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സംരംഭകത്വം, ഒരു ബിസിനസ് തുടങ്ങുക, അതിലൊരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇർഫാൻ അലാം അറ്റൻഡ് ടി വി ഷോ കോൾഡ് ബിസിനസ് ബാസിഗർ ആൻഡ് വോൺ ഫസ്റ്റ് പ്രൈസ്. ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പീച്ചൊക്കെ ചോദിക്കുക. നിങ്ങളെ സ്കൂളിലെ ഇർഫാൻ അലാം വരുന്നു, അദ്ദേഹത്തിന് ഇൻട്രൊഡക്ടറി സ്പീച്ച്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഹിസ് ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ റിക്ഷാ പുള്ളേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സമാൻ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഹി വാണ്ട്സ് ടു റീഡിസൈൻ ദ റിക്ഷ സെക്ടർ ആൻഡ് ടു മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. ഒരു ലാഭകരമായിട്ടുള്ള ഒരു വെഞ്ചർ, ഒരു ബിസിനസ് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതായത് റിക്ഷാ പുള്ളേഴ്സിൻ്റെ ലൈഫിൽ ഒന്ന് ബെറ്റർ ആക്കണം, അവർക്ക് വേണ്ടിയാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനാണ് he found Saman Foundation. Rickshaw pullers can make profit by selling products like water, juice, biscuits, mobile cards and newspaper. അദ്ദേഹം എല്ലാ റിക്ഷാ പുള്ളേഴ്സിൻ്റെ കയ്യിലും വെള്ളം, ജ്യൂസും ബിസ്ക്കറ്റ്സും ഒക്കെ കൊടുത്തു. അങ്ങനെ അതിൽ നിന്നൊരു പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അഡീഷണൽ റവന്യൂ ക്യാൻ ബി മെയ്ഡ് ത്രൂ അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. അഡ്വർടൈസിങ്ങും ബ്രാൻഡ് പ്രൊമോഷനും കൊടുന്നു റിക്ഷയിലെ. സമാൻ വാസ് ഒഫീഷ്യലി ഫൗണ്ടഡ് ഇൻ 2007. ലേറ്റർ ഇറ്റ് ടേൺ ടു ബി സോഷ്യൽ വെഞ്ചർ. അതൊരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നം ഓട്ടോറിക്ഷ അല്ലെങ്കിൽ റിക്ഷാ പുള്ളേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അദ്ദേഹം ഇതിൽ കൂടെ സാധിച്ചെടുത്തു എന്ന് വേണം പറയാം. സോ സമാൻസിൻ്റെ ഫൗണ്ടേഷൻ, സമാൻ ഫൗണ്ടേഷൻ്റെ എയിം എന്താണ്? ടു എംപവർ റിക്ഷാ പുള്ളിംഗ് സെക്ടർ, ടു ഇംപ്രൂവ് ദെയർ ലൈവ്ലിഹുഡ് ആൻഡ് ടു ബ്രിങ് മാർജിനലൈസ്ഡ് ടു മെയിൻ സ്ട്രീം. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ആൾക്കാരെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. When rickshaw pullers joined Saman, he was given training on basic etiquette and traffic rule. എല്ലാ രീതികളും ട്രാഫിക് റൂൾസ് ഒക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. സമാൻ ഹെൽപ്പ് ദ റിക്ഷാ പുള്ളേഴ്സ് ടു ഗെറ്റ് ബാങ്ക് ലോൺ എടുത്തു കൊടുത്തു. ID കാർഡ്, യൂണിഫോം, ഇൻഷുറൻസ് കൊടുത്തു. അങ്ങനെ ഓവറോൾ റവന്യൂ ഹി കുഡ് ഇൻക്രീസ് ദെയർ ഓവറോൾ റവന്യൂ. സോ അങ്ങനെ അവരുടെ റവന്യൂ ഏകദേശം 30 to 40% ഇൻക്രീസ് ചെയ്തു. സോ ഇറ്റ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു റിക്ഷാ പുള്ളേഴ്സ്. റിക്ഷാ പുള്ളേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തു. ഇറ്റ് ഗീവ് ഡിഗ്നിറ്റി ടു ദ ലൈഫ് ഓഫ് റിക്ഷാ പുള്ളേഴ്സ്. റിക്ഷാ പുള്ളേഴ്സിന് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചു. സോ അദ്ദേഹം അക്കോർഡിംഗ് ടു ഇർഫാൻ അലാം ഓൺടർപ്രണർഷിപ്പ് ടാക്കിൾ അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു എൻട്രപ്രണർ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം, സൊസൈറ്റിയിലെ പ്രശ്നം റിമൂവ് ചെയ്യാൻ പറ്റണം. സോ ഹി റിമൂവ്സ് അൺഎംപ്ലോയ്മെൻറ്റ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇതാണ് ത്രീ വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ത്രീ വീൽഡ് റെവല്യൂഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. പിന്നെ ഞാനൊരു മെയിൻ ചാപ്റ്ററും കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കാം, വിച്ച് ഈസ്
ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നല്ലൊരു വെയിറ്റേജുള്ള ചാപ്റ്റർ തന്നെയാണ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അതുപോലെ പോസ്റ്റ് ഓൺലി ഫോർ ക്രിസ്മസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, നിങ്ങൾ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചൊരു എസ്സേ പഠിക്കണം. അത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് വായിക്കുന്നില്ല. ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു ഓൾറെഡി ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്യും. പോസ്റ്റ് ഓൺലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതൊരു പോസ്റ്റ് ഓഫീസ് നടക്കുന്ന കുറേ ഇൻസിഡൻസ് ആണ് അത് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടുള്ള റിവ്യൂ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 3 Girls of Empowerment, മാച്ച് ബോക്സ്, ഹോറിഗല്ലു, പിന്നെ അമീഗോ ബ്രദേഴ്സ്, അവർ ഓഫ് ട്രൂത്ത്, അതുപോലെ നമ്മൾ ഇർഫാൻ അലാമിൻ്റെ ചാപ്റ്ററൊക്കെയാണ് നോക്കിയത്. ബാക്കി നിങ്ങൾ എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, ഷോർട്ട് പോയിൻറ്റ്സ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് അതുപോലെ ഇടാം. പോയംസ് നമുക്ക് ഒരുപാട്, റൈസ്, സ്റ്റാമറേനി, വുമണ്ടൊക്കെ അപ്രിസിയേഷൻസ് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പാരഗ്രാഫ് പഠിക്കാൻ പറ്റാത്തവർക്ക് ഈ ബുക്കിൽ നിന്നുള്ള കുറേ ഷോർട്ട് പോയിൻറ്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നോക്കി കൃത്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. അപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റിവ്യൂ ആണ് വളരെ ഷോർട്ടായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.